ഒരു കാലത്ത് ഒരു മനോഹരമായ കാട്. പച്ചപ്പിന്റെയും സമാധാനത്തിന്റെയും രാജ്യം. പക്ഷികൾ ആകാശത്ത് പറന്നൊളിച്ചു, മൃഗങ്ങൾ നിലത്ത് സന്തോഷത്തോടെ കറങ്ങി. ഈ കാടിൽ ഒരു വഞ്ചന നോൻ കുറുക്കൻ താമസിച്ചിരിക്കുന്നു. അതിന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും കൃത്യങ്ങൾ മാത്രം. അതിന്റെ പുതിയ ഇര ഒരു വവ്വാൽ. വവ്വാൽ മറ്റു പക്ഷികളെയും മൃഗങ്ങളെയും പോലെ ഒരു സാധാരണ ജീവിയല്ല. അതിന് ചിറകുകളുണ്ട്, പക്ഷേ അതൊരു പക്ഷിയല്ല. അതിന് ഒരു ശരീരമുണ്ട്, പക്ഷേ അതിന് മൃഗങ്ങളോട് ചേർന്നു പോകാനാകില്ല. അതിന്റെ ഭാവം എവിടെയും ചേർന്നു പോകാനാകാത്തതുപോലെ അതിന്റെ ജീവിതവും അതുപോലെയായിരുന്നു. കുറുക്കൻ അതിന്റെ കള്ളതന്ത്രങ്ങൾ പ്രയോഗിച്ചു. ആദ്യമായി വവ്വാലിനെ അതിന്റെ പക്ഷിക്കൂട്ടത്തിലെത്തിച്ചു. പക്ഷെ പക്ഷികൾ അതിനെ അംഗീകരിച്ചില്ല. അവരോട് അതിന്റെ ഭാവം ഭിന്നമാണ്. നീ ഒരു പക്ഷിയല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നു പോകൂ എന്നായിരുന്നു പക്ഷികളുടെ വാക്കുകൾ. നിരാശനായ വവ്വാൽ കുറുക്കന്റെ സഹായം തേടി. കുറുക്കൻ വീണ്ടും അതിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഈ തവണ വവ്വാലിനെ മൃഗങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവിടെയും അതിനേൽക്കാനാരുമില്ല. നിനക്ക് ചിറകുകളുണ്ട്, അതിനാൽ നീയൊരു പക്ഷിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നു പോകൂ എന്നായിരുന്നു മൃഗങ്ങളുടെ വാക്കുകൾ. വവ്വാൽ എല്ലായിടത്തും ചേർന്നു പോകാൻ ശ്രമിച്ചു, പക്ഷേ അതിനെ ആരും ഉൾപ്പെടുത്തിയില്ല. പക്ഷികളും മൃഗങ്ങളും രണ്ടും അതിനെ തള്ളിപ്പറഞ്ഞു. അതിനാൽ ഒടുവിൽ അത് ഒരിടത്തും പൂർണ്ണമായും ചേർന്നു പോകാതെ ഒറ്റപ്പെട്ടുപോയി. അതിനുശേഷം വവ്വാൽ പകലിൽ ഓയക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. രാത്രിയിലാണ് മാത്രം പുറത്തുവരുന്നത്. ഈ കഥ നമുക്ക് ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ഒരാൾ എല്ലായിടത്തും ചേർന്നു പോകാൻ ശ്രമിച്ചാൽ ഒടുവിൽ എവിടെയും ഉൾപ്പെടാനാകില്ല. അതിനാൽ ഒരാൾ സ്വന്തം സ്വഭാവത്തിലും ആസ്വദിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നേറേണ്ടത്.